കണ്ണൂരിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴിമുടക്കിയ കാർ ഡ്രൈവറെ തിരിച്ചറിഞ്ഞു. പിണറായി സ്വദേശി ഡോക്ടർ രാഹുൽ രാജാണ് ആംബുലൻസിന് തടസ്സമുണ്ടാക്കി വാഹനം ഓടിച്ചത്. ഇയാൾക്കെതിരെ കതിരൂർ പോലീസ് കേസെടുത്തു. ആശുപത്രിയിലെത്താൻ വൈകിയതിനെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന മട്ടന്നൂർ സ്വദേശി റുക്കിയ മരിച്ചിരുന്നു. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, കേസിന്റെ വിവരങ്ങളും എന്തിനാണ് ഇങ്ങനെ ഓടിച്ചതെന്നാണ് പറയുന്നത്? ഒരു വിശദാംശം. അമൃത, ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനാണ് സൈഡ് നൽകാതിരുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും ആശുപത്രിയിലെത്താൻ രോഗി വൈകിയതിനെ തുടർന്ന് രോഗിയായിരുന്ന റുക്കിയ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന ആളെയും പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയും ഒപ്പം പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ പിണറായി സ്വദേശിയായ ഡോക്ടർ രാഹുൽ രാജാണ് കാർ ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ്. എന്തായാലും ഇയാളിൽ നിന്ന് MVD പിഴ ഈടാക്കിയിട്ടുണ്ട്. മോട്ടോർ ആക്ട് പ്രകാരം ആംബുലൻസിന് വഴിതടസ്സം ഉണ്ടാക്കിയാൽ 5000 രൂപയാണ് പിഴ ഈടാക്കുന്നത്. ആ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഒപ്പം ആംബുലൻസ് ഡ്രൈവറുടെ പേരിൽ കതിരൂർ പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളോട് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പോലീസ് ഒരു പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടിയിലെ ഒരു സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടറാണ് ഈ രാഹുൽ. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ഉണ്ടായ വീഴ്ചയാണോ അതോ ഇദ്ദേഹം ഈ പരിഭ്രമം കൊണ്ട് വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പറ്റാതെ വന്നാണോ എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കതിരൂർ സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഡോക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി സുനിൽ.